സ്വർണത്തിന് വില വർദ്ധിച്ചതോടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരാണ്? സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തി മോഷണം നടത്തുന്ന ആളുകളെ സൂക്ഷിക്കണം. കോഴിക്കോട് മുക്കം ശ്രീരാഗൻ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി ഫാസിലിനെ കോടഞ്ചേരിയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയുമായി വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയ പോലീസ് മോഷ്ടിച്ച സ്വർണം വിറ്റ് തമിഴ്നാട് ഗൂഡല്ലൂരിലെ ജ്വല്ലറിയിലെത്തിച്ച് സ്വർണം കണ്ടെടുത്തു. കഴിഞ്ഞ മാർച്ച് 11-ന് മുക്കം ശ്രീരാഗം ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി സ്വർണം മോഷ്ടിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശി ചെട്ടിയാറമ്മൽ ഫാസിലിനെയാണ് തെളിവെടുപ്പിനായി മുക്കം പോലീസ് 2 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പിന്റെ ഭാഗമായി മോഷ്ടിച്ച സ്വർണം വിറ്റ തമിഴ്നാട് ഗൂഡല്ലൂരിലെ ജ്വല്ലറിയിൽ എത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ജ്വല്ലറിയിൽ നിന്നും സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. പിന്നീട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്വർണം വാങ്ങാനെന്ന വ്യാജേന മുക്കം അങ്ങാടിയിലെ ശ്രീരാഗം ജ്വല്ലറിയിൽ എത്തിയതിനു ശേഷം മോതിരം ആവശ്യപ്പെടുകയായിരുന്നു. ജീവനക്കാർ മോതിരം വെച്ച ട്രേ നൽകിയപ്പോൾ കുറച്ചുനേരം മോതിരം തിരഞ്ഞെടുക്കുന്നത് പോലെ കാണിച്ചതിനു ശേഷം 2 മോതിരം കൈക്കലാക്കി കടയിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു. ഇയാൾ മോഷണം നടത്തുന്നതിന്റെയും ഇറങ്ങി ഓടുന്നതിന്റെയും CCTV ദൃശ്യം ലഭിച്ചിരുന്നു. മുക്കം പോലീസ് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കഴിഞ്ഞ മാർച്ച് 30-ന് കോടഞ്ചേരി നെല്ലിപ്പൊയിലിൽ വെച്ച് പിടികൂടിയത്. ന്യൂസ് 18 കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.